ആലത്തൂർ പന്നിയങ്കര ചൂരക്കോട് കുളമ്പ് പ്രദേശത്തെ സ്വകാര്യ ക്വാറിക്കെതിരെ നാട്ടുകാരുടെ പരാതി. കണ്ണമ്പ്ര വില്ലേജിൽപ്പെട്ട വാവുമല ചെല്ലിപ്പറമ്പ് റോഡിൽ പ്രവർത്തിക്കുന്ന ശ്രീറാം ക്വാറിക്കെതിരെയാണ് പരാതി. വാവുമല ടൂറിസ്റ്റ് പദ്ധതിക്കും വാവുമല ക്ഷേത്രത്തിനും ക്വാറി ഭീഷണിയാണെന്ന് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ക്വാറിയുടെ സമീപത്തെ സ്ഥലങ്ങൾ വാങ്ങി മരങ്ങൾ മുറിച്ചുമാറ്റി 30 മീറ്ററോളം ആഴത്തിൽ മണ്ണ് താഴ്ത്തിയാണ് പാറ പൊട്ടിക്കുന്നത്. ഇത് പ്രദേശത്തെ ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുന്നു. അണക്കെട്ടിനു സമാനമാണ് റോഡ്. കണ്ണമ്പ്ര പ്രദേശത്തേക്ക് പോകുന്നത് ഈ റോഡിലൂടെയാണ്. ഇവിടെ നിന്ന് 150 മീറ്റർ അകലത്തിലാണ് പുരാതനമായ വാവുമല ക്ഷേത്രം. സ്ഫോടനവും പൊടിശല്യവും ശബ്ദവും മൂലം ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രദേശവാസികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. അപ്പോൾ ഞങ്ങളുടെ വീടിന് കുലുക്കങ്ങളൊക്കെ സംഭവിച്ചപ്പോൾ ഞങ്ങൾ കുറേ പേരൊക്കെ കൂടി പോയി അവിടെ പോയിട്ട് ഇനി അത് പൊട്ടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ആദ്യത്തെ ഒരു ദിവസം സമ്മതിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അവർ വീണ്ടും ഞങ്ങളുടെ പറഞ്ഞത് ഇത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളിങ്ങനെ ഈ പരാതിയൊക്കെ ആയിട്ട് സമീപിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ ക്വാറി അവിടെ ഇനി തുടർന്ന് പോകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരിത്. അതുപോലെ ഒരു MLA ഫണ്ട് വെച്ചിട്ട് വാമല ഒരു ദൈവിക സ്ഥലമുണ്ട്. അവിടെ ഒരു ടൂറിസം പദ്ധതിയും ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നടക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജാണ് കാണുന്നത്. ഏകദേശം കിലോമീറ്ററോളം ചുറ്റളവിൽ ഈ പാറ ഒട്ടിച്ച് വൻ ഗർത്തങ്ങളാക്കി വളരെ ബുദ്ധിമുട്ടി. അതുപോലെ മുൻകാലങ്ങളിൽ ആളുകളും അതിനോട് അപ്പുറത്തുള്ള ആളുകളൊക്കെ സമരം ചെയ്തിട്ടൊക്കെ ഒന്നും പറ്റാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ ചുറ്റുപാടുള്ള ആളുകൾക്ക് പൊടി ശല്യം, ഭൂമി വിളിച്ച, വീടിന് വിണ്ട് കയറല്, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളുടെ സ്വസ്ഥമായ ആരാധനയ്ക്കും വാവുമല ടൂറിസം പദ്ധതിക്കും ഇത് തടസ്സമാകും. ജനങ്ങളുടെ ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും ഭീഷണിയാകുന്ന ക്വാറിയുടെ അനധികൃത പ്രവർത്തനം തടയണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു. ജില്ലാ മൈനിംഗ് ആൻഡ് ജിയോളജി ഓഫീസർ, ആലത്തൂർ തഹസിൽദാർ, കണ്ണമ്പ്ര വില്ലേജ് ഓഫീസർ, വടക്കഞ്ചേരി CI എന്നിവർക്കും പരാതി കൈമാറി. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾക്ക് ഒരു ബുദ്ധിയുണ്ടല്ലോ, ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ ഇവർക്ക് മാസം കൃത്യമായി അവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ടാവും ഇവരെന്തെങ്കിലും കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അന്വേഷിക്കാനേ വരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ജിയോളജി പോലും അങ്ങനെ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ നാട്ടുകാർ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ആ ക്വാറിനെ അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ നിർത്തുക, അത് പൊട്ടിക്കേണ്ട. അത് ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള എല്ലാ കുടുംബങ്ങൾക്കും അത് ബുദ്ധിമുട്ടാണ്. ഇനി എന്ത് ലൈസൻസ് ഉണ്ടോ ഇല്ലയോ ഇനി അത് പ്രശ്നമല്ല. ലൈസൻസിൻ്റെ ആവശ്യം ഇനി ഉദിക്കുന്നില്ല. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായ ഒരു കാര്യം ഒരാൾ എതിർക്കുകയാണെങ്കിൽ പോലും അത് നിർത്തുന്നതാണ് നിയമം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് ഇപ്പോൾ ആയിരക്കണക്കിന് വീടുകൾക്കും ആയിരക്കണക്കിന് ആളുകൾക്കും ബുദ്ധിമുട്ടും ആസ്മപരമുള്ള രോഗങ്ങൾ വന്നിട്ടും ചുറ്റുപാടുള്ള ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അരുൺ പാറയ്ക്കൽ, വർഗീസ് കണ്ടനാർ, KJ സുരേഷ് ബാബു, K ശിവദാസ്, K ഭാസ്കരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.